ഹായ് എവരി വൺ, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 147 പോയിന്റിന്റെ വമ്പിച്ച ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ ബെഞ്ച് മാർക്ക് നിഫ്റ്റിയിലും അതേപോലെ തന്നെ ഓവറോൾ മാർക്കറ്റിലും ഉണ്ടായിട്ടുള്ള ആ ഒരു റീബൗണ്ട്, അതിൻ്റെ കാരണങ്ങളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നേരിയ തോതിൽ ഇമ്പ്രൂവ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ് അത്തരമൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് കാരണമായതെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ US ബോണ്ട് ഈൽഡ് കുറഞ്ഞതാണ് ഗ്ലോബൽ മാർക്കറ്റിൽ മൊത്തത്തിൽ ആ ഒരു നേരിയൊരു കോൺഫിഡൻസ് നൽകാൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ അമേരിക്കയുടെ 10 വർഷത്തെ ആ ഒരു ബോണ്ട് ഈൽഡ് 4.7 എന്നുള്ള ആ ഒരു ഹൈ ലെവലിൽ എത്തിയിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം 4.65 താഴെക്കിടിഞ്ഞത്. ഇത് ഗ്ലോബൽ ലെവലിൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന്റെ ആശങ്ക കുറയ്ക്കുകയും ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിലേക്കും ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിലേക്കൊക്കെ തിരിയാൻ അത് കാരണമാവുകയും ചെയ്തു. അപ്പോൾ US മാർക്കറ്റ് ഗ്രീൻ ആയതോടുകൂടി ഏഷ്യൻ മാർക്കറ്റുകളായ ജപ്പാൻ, കൊറിയ, ഹോങ്കോങ് എന്നിവയിലും ശക്തമായിട്ടുള്ള ഒരു റീബൗണ്ട് നമുക്ക് കാണാൻ കഴിയും. അത് ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഇന്നലെ നല്ല അതിൻ്റെ സൂചനകൾ കൃത്യമായിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിച്ചത്. അപ്പോൾ US മാർക്കറ്റിലെ ലോങ് ടേം ബോണ്ടുകൾ ഇപ്പോൾ 10 വർഷം മുതൽ 30 വർഷം വരെയുള്ള ബോണ്ടുകളുടെ ലിക്വിഡിറ്റി സപ്പോർട്ട് ബൈബാക്ക് അത് $2 ബില്യൺ നിന്നും ഡെയിലി ഓപ്പറേഷന് $4 ബില്യൺ ഉയർത്താനുള്ള ഒരു നീക്കമാണ് US ട്രഷറി നടത്തിയത്. അപ്പോൾ ഇത് കുറച്ചുകൂടി ലളിതമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ബോണ്ട് എന്ന് പറയുന്നത് ഒരു കടപ്പത്രമാണ്. അതായത് ഗവൺമെൻറ് ജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കുകളിൽ നിന്നോ കടം വാങ്ങാൻ വേണ്ടിയിട്ട് ഇറക്കുന്ന കടപ്പത്രങ്ങളെയാണ് നമ്മൾ ബോണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിന് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനൊക്കെ ആവശ്യമായിട്ട് പണം വേണം. അപ്പോൾ അവർ മാർക്കറ്റ് ഇത്തരത്തിലുള്ള ബോണ്ടുകൾ മാർക്കറ്റിൽ ഇറക്കും. അപ്പോൾ 10 വർഷത്തെ ബോണ്ട് എന്ന് പറയുമ്പോൾ 10 വർഷം വരെയാണ് കാലാവധിയുള്ള ഒരു ബോണ്ടാണ്. അപ്പോൾ അതിന് $100 വില നിശ്ചയിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ $100 10 വർഷം കഴിഞ്ഞ് തിരിച്ചു തരാം എന്ന ഉറപ്പിലാണ് ബോണ്ട് നൽകുന്നത്. അപ്പോൾ വർഷം തോറും നിശ്ചിത എമൗണ്ട് ഇൻട്രസ്റ്റ് തരാം എന്ന ഒരു വാഗ്ദാനവും കൂടി അവിടെ ഉണ്ട്. അതാണ് ബോണ്ടുകളെ അട്രാക്റ്റീവ് ആക്കുന്നത്. എന്നാൽ ഈ കാലാവധി തീരുന്നതിന് മുമ്പ്, അതായത് ഈ 10 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കൊടുത്ത കടപ്പത്രങ്ങൾ ഗവൺമെൻറ് തന്നെ ആ കടം വാങ്ങിച്ച തുക തിരിച്ചു കൊടുത്തുകൊണ്ട് തിരികെ വാങ്ങുന്നതിനെയാണ് ഈ ബോണ്ട് ബൈബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം ബാങ്കുകളുടെയും ഇൻവെസ്റ്റേഴ്സിൻ്റെയും കയ്യിൽ ലിക്വിഡിറ്റി ക്രൈസിസ് നേരിടുന്നുണ്ട് എന്ന് ഗവൺമെൻറ് മനസ്സിലാക്കുകയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ കൂടുതലായിട്ട് ഡോളർ എത്തേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഈ ബോണ്ടുകൾ തിരികെ വാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഡോളർ മാർക്കറ്റിലേക്ക് വലിയ തോതിൽ ഇറങ്ങും. അപ്പോൾ അത് മാർക്കറ്റിൽ ധാരാളം പണം ഒഴുകാൻ കാരണമാകും. അപ്പോൾ അവിടെ ഒരു ലിക്വിഡിറ്റി വലിയ തോതിൽ വർദ്ധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ലിക്വിഡിറ്റി വർദ്ധിക്കുമ്പോൾ ഇപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറയും. അപ്പോൾ പലിശ നിരക്കുകൾ കുറയുമ്പോൾ കമ്പനികൾക്ക് കുറഞ്ഞ ചിലവിൽ വായ്പകൾ കിട്ടും. ഇപ്പോൾ കമ്പനികളുടെ കടമെടുപ്പ് ചെലവ് കുറയുമ്പോൾ ലാഭം കൂടുമെന്നുള്ള പ്രതീക്ഷയിൽ ആളുകൾ കൂടുതൽ, അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സസ് ആയിട്ട് വരുന്ന പണം ഈക്വിറ്റി മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ജനങ്ങൾ മുന്നോട്ടേക്ക് വരും. അതുകൊണ്ട് തന്നെ ബോണ്ട് ഈൽഡ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്റ്റോക്ക് മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ മാത്രമല്ല ഗോൾഡ് മാർക്കറ്റിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവാറുണ്ട്. കാരണം ഡോളർ ധാരാളമായിട്ട് ഇറങ്ങുമ്പോൾ ഡോളറിൻ്റെ മൂല്യം സ്വാഭാവികമായിട്ട് ഇടിയും. അപ്പോൾ ഡോളറിൻ്റെ മൂല്യം ഇടിയുമ്പോൾ ആളുകൾ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഗോൾഡുകളിലേക്ക് നിക്ഷേപിക്കാൻ തുടങ്ങും. ഇത് ഗോൾഡിൻ്റെ വില കൂട്ടാൻ സഹായിക്കും. ഗോൾഡിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം, 2026 പിറന്നതിന് ശേഷം ജനുവരിയിൽ അത് ഓൾ ടൈം ഹൈയിലേക്ക് എത്തിയിരുന്നു. $5608 പെർ ഔൺസ് എന്ന ലെവലിലാണ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഡോളർ ടേംസിൽ ഗോൾഡിന്റെ പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് വലിയൊരു കറക്ഷൻ നേരിട്ടിരുന്നു. ഇപ്പോൾ അത് 4500 എന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ഗോൾഡ് നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഗോൾഡ് റേറ്റ് ഉയരുന്നത് തീർച്ചയായിട്ടും പല സ്റ്റോക്കുകൾക്കും ഗുണകരമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ മുത്തൂറ്റ് ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ് സ്റ്റോക്കുകളൊക്കെ ഇന്ന് നല്ലൊരു മുന്നേറ്റം ഉണ്ടായതായിട്ട് കാണാം. കാരണം ഗോൾഡ് റേറ്റ് ഉയരുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് വായ്പ ഡിസ്പേഴ്സ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുവഴി കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനും ഈ കമ്പനികൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഗോൾഡ് ലോൺ റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടാവും. കൂടാതെ ഈ NBFCകളിലും അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,231 എന്ന റേഞ്ചിലാണ്. അപ്പോൾ അവിടെ 153 പോയിന്റിൻ്റെ ഒരു വമ്പിച്ച ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. പക്ഷേ ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് മാത്രമാണ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം മാർക്കറ്റ് വലിയ തോതിൽ മുന്നോട്ടേക്ക് പോയിട്ടില്ല എന്ന് കാണാൻ കഴിയും. അപ്പോൾ അവിടെ ക്രൂഡ് ഓയിൽ പ്രൈസിൽ ഇതിനിടയിൽ ഉണ്ടായിട്ടുള്ള വർധനവ് തീർച്ചയായിട്ടും മാർക്കറ്റിനെ വലിയ തോതിൽ ബുള്ളിഷ് ആവാൻ പോകുന്നതിൽ നിന്നും തടഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പോൾ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,231 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവലിന് മുകളിലായതുകൊണ്ട് തന്നെ അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ്. അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കഴിഞ്ഞ 7 ദിവസം തുടർച്ചയായിട്ട് താഴോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഇന്ത്യൻ മാർക്കറ്റ് അപ്പോൾ കൂടുതലായിട്ടുള്ള ഒരു സെല്ലിംഗ് നടന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട മേജർ സപ്പോർട്ടായ 24,000 എന്നുള്ള പ്രധാന സപ്പോർട്ട് ലെവലിനോട് അടുത്ത് വരെ അത് താഴോട്ടേക്ക് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ട്രേഡേഴ്സ് ഷോർട്ട് പൊസിഷനുകൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നത്തെ മാർക്കറ്റിൽ ഈ ഒരു മുന്നേറ്റം ഉണ്ടായപ്പോൾ ഒരു ഷോർട്ട് കവറിങ് നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം.
അതാണ് പെട്ടെന്ന് വലിയൊരു ഗ്യാപ്പപ്പിലൂടെ നിഫ്റ്റി ആ 24,200 മുകളിലെത്താൻ കാരണമായത്. ഇതുകൂടാതെ നമുക്കറിയാം കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് ഡൗൺ ആണെങ്കിലും FIAs നെറ്റ് ബയേഴ്സ് ആയിരുന്നു. അത് നമ്മുടെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സൈനാണ്. കൂടാതെ DIAs നല്ല തോതിൽ ബൈങ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിപ്പോൾ കാണുന്നത് മാർക്കറ്റ് ബ്രെഡ്ത്ത് കുറച്ച് ഇമ്പ്രൂവ് ആയതായിട്ടാണ്. അതായത് അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കൂടുതലായിട്ട് കാണാം. 53% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 41% സ്റ്റോക്കുകളാണ് ഡിക്ലൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ IT, റിയൽറ്റി, FMCG, മീഡിയ, ഫൈനാൻഷ്യൽസ്, NBFC കമ്പനികൾ, അതുപോലെ പ്രൈവറ്റ് ബാങ്കുകൾ തുടങ്ങി മെജോറിറ്റി സെക്ടേഴ്സും ഇന്ന് പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അവിടെ PSU ബാങ്കിൽ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് കാണാം. കൂടാതെ നിഫ്റ്റി കെമിക്കൽ സ്റ്റോക്കുകളിലും ഒരു നെഗറ്റീവ് ക്ലോസിംഗ് നമുക്ക് കാണാൻ കഴിയും. ബാക്കിയുള്ള എല്ലാ സെക്ടേഴ്സും ഇന്ന് പോസിറ്റീവ് ക്ലോസ് ആയിട്ട് കാണാം. അതുപോലെ ഇന്ത്യ വിക്സും വലിയ തോതിൽ ഇപ്പോൾ കുറഞ്ഞിട്ട് 10 എന്ന ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ വിക്സിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മുടെ മാർക്കറ്റ് മുകളിലോട്ടും താഴോട്ടും ഡെയിലി ഫ്ലക്ച്വേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ വിക്സ് ഈ ഓഗസ്റ്റ് മാസത്തിൽ നമ്മൾ കാണുന്നത് 10, 11, മാക്സിമം 12 ഈ റേഞ്ചിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യ വിക്സ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഭയം സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ അടുത്ത 30 ദിവസത്തേക്കുള്ള മുൻകൂട്ടിയുള്ള ഒരു ഫോർവേഡ് ലുക്കിംഗ് ഫിയറാണ്, അല്ലെങ്കിൽ ഭയമാണ് അവിടെ അത് സൂചിപ്പിക്കുക. അപ്പോൾ ഇവിടെ നിഫ്റ്റി ദിവസേന മാറിയാലും ട്രേഡേഴ്സ് വൻ നഷ്ടം ഒഴിവാക്കാൻ പുട്ട് ഓപ്ഷനുകൾ വൻതോതിൽ പ്രീമിയം കൊടുത്ത് വാങ്ങാതിരിക്കുകയാണ്. അപ്പോൾ ഹെഡ്ജിങ് ഡിമാൻഡ് കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് വിക്സ് ഉയരാത്തത്. അപ്പോൾ മാർക്കറ്റിൽ ചില ദിവസങ്ങളിൽ ഉണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള വൊളറ്റിലിറ്റി അല്ലെങ്കിൽ കറക്ഷൻസൊക്കെ ഒരു വൻ തകർച്ചയായിട്ട് മാർക്കറ്റ് കാണുന്നില്ല. അതൊരു ക്രാഷായിട്ട് മാർക്കറ്റ് കണക്കൂട്ടുന്നില്ല. ഗ്ലോബലായിട്ടുള്ള വലിയ പ്രത്യാഘാതമോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള എക്കണോമിക് ഷോക്കുകളോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ഏതെങ്കിലും ജിയോ പൊളിറ്റിക്കൽ ക്രൈസിസും ഒന്നും ഇല്ലാത്തതിനാൽ മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ടായിട്ട് സുരക്ഷിതമായിരിക്കുകയാണെന്നാണ് ഇൻവെസ്റ്റേഴ്സ് കരുതുന്നത്. അപ്പോൾ അതാണ് ഇന്ത്യ വിക്സിലെ ഹൈ വൊളറ്റിലിറ്റി നമ്മളിപ്പോൾ കാണാത്തത്. ഇനി നമ്മൾ മാർക്കറ്റിൽ ഇപ്പോൾ ഏറ്റവും ശക്തമായ ഗെയിനോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സെക്ടറാണ് ഷുഗർ സെക്ടേഴ്സ്. ആ സെക്ടറിലെ സ്റ്റോക്കുകൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ശക്തമായ മുന്നേറ്റമാണ് കാണുന്നത്. ഇന്നും അത് തുടരുകയാണ്. അപ്പോൾ ഇന്ന് 12 മുതൽ 18% ഒരു റാലിയാണ് പല ലീഡിംഗ് ഷുഗർ സ്റ്റോക്കുകളിൽ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ബൽറാംപൂർ ചീനി ഇന്ന് മേജർ ഗെയിനറാണ്. 18% ഒരു റാലിയാണ് ഈ സ്റ്റോക്കിലുണ്ടായത്. അതുപോലെ ബനാരി അമൻ ഷുഗർ, ദാർഗേഷ് ഷുഗർ, കൊത്താരി ഷുഗർ, ബജാജ് ഹിന്ദുസ്ഥാൻ, ഉഗർ ഷുഗർ, ഉത്തം ഷുഗർ, ഇങ്ങനെ തുടങ്ങി ഭൂരിഭാഗം ഷുഗർ സ്റ്റോക്കുകളും വമ്പിച്ച റാലിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ വരാൻ പോകുന്ന ഉത്സവ സീസൺ പ്രമാണിച്ച് സ്വാഭാവികമായിട്ട് ഷുഗറിൻ്റെ ഒരു ആവശ്യകത വർദ്ധിക്കാറുണ്ട്. എന്നാൽ മാർക്കറ്റിൽ ഇപ്പോൾ ഷുഗറിൻ്റെ ലഭ്യത കുറഞ്ഞതും കരിമ്പ് ഉൽപ്പാദനത്തിലുണ്ടായ ആശങ്കകളും മൊത്തത്തിൽ ഷുഗറിൻ്റെ പ്രൈസ് വലിയ തോതിൽ ഉയർത്തിയിട്ടുണ്ട്. 4,800, 5,500 എന്ന റേഞ്ചിലാണ് പെർ ക്വിൻ്റലിനത് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ വില നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് ട്രേഡേഴ്സ് ഷുഗർ പൂത്തിവെപ്പ് നടത്തിയിട്ട് വില ഉയർത്തുന്ന പരിപാടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കർശന നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഷുഗറിൻ്റെ വില വലിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിലെ വരൾച്ച കാരണം ബീട്രൂട്ട് ഉൽപ്പാദനം കുറഞ്ഞതും, അതുപോലെ പ്രമുഖ ഷുഗർ മാനുഫാക്ചറിങ് രാജ്യമായിട്ടുള്ള ബ്രസീൽ അവരുടെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നതോടെ അവരും ഇന്ത്യയെ പോലെ എത്തനോൾ നിർമ്മാണത്തിലേക്ക് മാറിയതും ഗ്ലോബൽ ലെവലിൽ പഞ്ചസാരയുടെ ക്ഷാമത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇന്ത്യയിലുള്ള ഷുഗർ മില്ലുകളുടെ കൈവശമുള്ള ഈ ഷുഗർ റിസർവ് അത് അവർ കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദിപ്പിച്ചതാണ്. ഏകദേശം 37 എന്ന റേഞ്ചിലായിരിക്കും അന്നൊക്കെ അത് വിറ്റിരുന്നത്. അപ്പോൾ അതാണിപ്പോൾ 46, 55 ലെവലിലേക്ക് ഉയർന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഷുഗർ സ്റ്റോക്കുകളുടെ പ്രോഫിറ്റ് മാർജിൻ ഉയർത്താൻ സഹായിക്കും. അപ്പോൾ അതാണ് ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഈ സ്റ്റോക്കിൽ ആവേശത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗവൺമെൻറ് തീർച്ചയായിട്ടും ഈ ഷുഗറിൻ്റെ പ്രൈസ് ഉയരാൻ അനുവദിക്കില്ല. അവിടെ ഏതെങ്കിലും വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഇതിൻ്റെ വില നിയന്ത്രിക്കാൻ തീർച്ചയായും ശ്രമിക്കും. അത്തരം ഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും ഷുഗർ സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ സ്റ്റോക്കുകളിൽ എൻ്റർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് തങ്ങളുടെ സ്റ്റോക്കുകൾ ട്രാക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. ഇനി നമ്മൾ ഇന്ന് FMCGയുടെ Q1 ബന്ധപ്പെട്ടിട്ട് വന്ന ചില റിപ്പോർട്ടുകളാണ്. അപ്പോൾ FMCG മേഖലയിൽ ലാസ്റ്റ് ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റവന്യൂ ഗ്രോത്ത് 11%. അതിപ്പോൾ 15% ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൂറൽ മേഖലയിലുള്ള ഡിമാൻഡ് മെച്ചപ്പെട്ടതും മൊത്തത്തിലുള്ള ഈ പ്രൊഡക്റ്റ് പ്രീമിയമൈസേഷനും കാരണം ഈ പ്രൊഡക്റ്റുകളുടെ ആ ഒരു വിൽപ്പനയുടെ വോളിയം ഗ്രോത്തും വലിയ തോതിൽ റിക്കവർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ HUL 10% റവന്യൂ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ 5% വോളിയം വളർച്ച ഉണ്ടായിട്ടുണ്ട്. മാരിക്കോയിൽ 11% വോളിയം ഗ്രോത്തും അതുപോലെ അവരുടെ പ്രൊഡക്റ്റിൻ്റെ
പ്രൈസ് ഹൈക്കിലൂടെ 25% നെറ്റ് പ്രോഫിറ്റും അവർ കൈവരിച്ചിരുന്നു. അതുപോലെ ടാറ്റ കൺസ്യൂമറിൽ 13% ഒരു വോളിയം വളർച്ച ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇവരുടെ മാർജിനിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. പാം ഓയിൽ, പാക്കേജിംഗ് ചെലവുകൾ എന്നിവയിലുണ്ടായിട്ടുള്ള വിലവർദ്ധനവ് ഇവരുടെ മാർജിനെ ബാധിക്കുമെന്ന ആശങ്കയുണ്ട്. അത് Q2 തുടരാനുള്ള സാധ്യതയും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചില മാർക്കറ്റ് അനലിസ്റ്റുകളും ബ്രോക്കറേജുകളും ഇപ്പോൾ LKP സെക്യൂരിറ്റീസ്, ജെം ഫൈനാൻഷ്യൽസ് പോലെയുള്ള ബ്രോക്കറേജുകൾ ചില FMCG സ്റ്റോക്കുകൾ പിക്ക് ചെയ്തതായിട്ട് കാണാം. അതിൽ മാരിക്കോ, നെസ്ലെ, ടാറ്റ കൺസ്യൂമർ, ഹനാസ, HUL തുടങ്ങിയ സ്റ്റോക്കുകളിൽ അവർ ഒരു വളർച്ചാ സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമ്മൾ ഇന്ന് കൊഡാക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് അവരുടെ ഒരു മോഡൽ പോർട്ട്ഫോളിയോയിൽ വരുത്തിയിട്ടുള്ള ചില ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ തങ്ങളുടെ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ് മോഡൽ പോർട്ട്ഫോളിയോയിലാണ് ഇവർ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ പോർട്ട്ഫോളിയോയിൽ 1.8% വെയിറ്റേജ് ഉണ്ടായിരുന്ന TCS അവർ പോർട്ട്ഫോളിയോയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. കാരണം IT മേഖലയിലെ സ്പെൻഡിങ് കുറഞ്ഞതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന വെല്ലുവിളികൾ കാരണമാണ് ഇത്തരമൊരു മുൻകരുതൽ അവർ എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ 2 ലീഡിംഗ് സ്റ്റോക്കുകളെയും അവർ ഒഴിവാക്കിയതായിട്ട് കാണാം. കാരണം 2.8% വെയിറ്റേജ് ഉണ്ടായിരുന്ന DLFും ലോഹ ഡെവലപ്പേഴ്സുമാണ് അവർ ഒഴിവാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഒരു വില വർധനവ് മൂലമുള്ള ആശങ്കകളാണ് ഈ രീതിയിലുള്ള ഒരു എക്സിറ്റിന് അവരെ പ്രേരിപ്പിച്ചത്. അതുപോലെ 361 വാം അവർ മിഡ് ക്യാപ്പ് പോർട്ട്ഫോളിയോയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്റ്റോക്കുകളൊക്കെ ഒഴിവാക്കിയപ്പോൾ ഏകദേശം 4.6% വെയിറ്റേജ് ഇവർ മറ്റ് സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ചതായിട്ട് കാണാം. അപ്പോൾ അവിടെ വെയിറ്റേജ് ഉയർത്തിയ സ്റ്റോക്കുകളിൽ അദാനി പോർട്ട്, എറ്റേണൽ, GMR എയർപോർട്ട്, HDFC ലൈഫ്, ഇൻഡാൽകോ ഇൻഡസ്ട്രീസ്, ശ്രീറാം ഹൗസിംഗ് ഫിനാൻസ് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. ചേർത്തിട്ടുള്ള ഒരു സ്റ്റോക്ക് കൽപ്പതരു പ്രൊജക്ട്സ് ആണ്. മിഡ് ക്യാപ്പിലാണ് ഇവർ ഈ പുതുതായിട്ട് ഈ ഒരു സ്റ്റോക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പവർ, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് എന്നിവയിൽ നിന്നുള്ള മികച്ച ഓർഡർ ബുക്കാണ് ഇത്തരത്തിൽ കൽപ്പതരുവിന് അവരുടെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലെ ആ ഒരു ലോ ലെവലിൽ നിന്നും മാർക്കറ്റ് റിക്കവർ ചെയ്തപ്പോൾ പല സ്റ്റോക്കുകളുടെയും പ്രൈസ് ഉയർന്നത് ഈ പോർട്ട്ഫോളിയോ മാറ്റത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് അവർ വിശദീകരിക്കുന്നത്. ഇപ്പോൾ അവർ ഡൊമസ്റ്റിക്കലായിട്ട് ബാങ്കിങ്, ഇൻഷുറൻസ്, ഇൻഫ്രാസ്ട്രക്ചർ ഈ തീമുകളിലാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഇനി നമ്മുടെ നിഫ്റ്റിയുടെ ലെവലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ പുട്ട് കോൾ റേഷ്യോ 1.07 എന്ന ലെവലിൽ 1 മുകളിലേക്ക് പോയിരിക്കുകയാണ്. കോൾ റേറ്റിങ്ങിനേക്കാൾ പുട്ട് റേറ്റിംഗ് മാർക്കറ്റിൽ കൂടുതലായിട്ട് നടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു മൈൽഡ്ലി ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു സൂചനയാണത്. അപ്പോൾ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഓപ്ഷൻ ചെയിനിലെ വിവരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹയസ്റ്റ് പുട്ട് സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഇപ്പോൾ 24,200 വന്നിരിക്കുകയാണ്. ഹയസ്റ്റ് കോൾ സൈഡിലുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് 24,500 വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ ഒരുപക്ഷെ അടുത്ത എക്സ്പയറി ഡേ വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് കൂടുതലുള്ളതെങ്കിലും ഇന്ന് ബ്രണ്ട് ക്രൂഡിൻ്റെ പ്രൈസ് 93-94 എന്ന റേഞ്ചിലേക്ക് ഉയർന്നത് ഒരു ആശങ്ക ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ ആ ഒരു തുടക്കത്തിലുണ്ടായിട്ടുള്ള ഒരു ബുള്ളിഷ്നെസ് പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് ഇപ്പോഴും ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീക്കെൻഡിലൊക്കെ വരുന്ന ഏതെങ്കിലും ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് ഈ ലെവലുകളെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാം. എങ്കിലും കൂടുതലായിട്ടുള്ള സാധ്യത ഈ ഒരു റേഞ്ചിൽ കുടുങ്ങിക്കിടക്കാനാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.